മരണശേഷവും തങ്ങളുടെ ശരീരം കൊണ്ട് മഹത്തായ ഒരു സന്ദേശം നൽകാൻ ഒരുങ്ങുകയാണ് പറവൂർ സ്വദേശികളായ സോമസുന്ദരവും ഭാര്യ അരുന്ധതിയും. മരണാനന്തരം അവയവം ദാനം ചെയ്യുന്നതിനും മൃതശരീരം വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിന് വിട്ടു നൽകുന്നതിനും സമ്മതമറിയിച്ചിരിക്കുകയാണിവർ. ജാതിമത ചിന്തകൾക്ക് അതീതമായി നല്ലൊരു മനുഷ്യനാവുക എന്ന മഹത്തായ സന്ദേശമാണ് ഏവർക്കും പ്രചോദനം നൽകുന്ന ഇരുവരുടെയും ഈ തീരുമാനം. പറവൂർ സ്വദേശിയായ സോമസുന്ദരവും ഭാര്യ അരുന്ധതിയുമാണ് മരണാനന്തരം അവയവങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ദാനം ചെയ്യുന്നതിനും മൃതശരീരം വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നതിനും സമ്മതപത്രത്തിൽ ഒപ്പുവെച്ച മാതൃകയായത്. ഇവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെന്നും അരുന്ധതി ഈ വീടിന്റെ ഐശ്വര്യമെന്നും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതിക്കും മതത്തിനും അതീതമായി നല്ലൊരു മനുഷ്യനാവുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇരുവരും ഈ മാതൃകാപരമായ തീരുമാനമെടുത്തത്. എന്തെങ്കിലും കാരണവശാൽ മെഡിക്കൽ കോളേജ് അത് എടുക്കാതിരുന്നാൽ ഈ എത്തിക്കോറ് സ്ട്രസ് ബോഡി കൊണ്ടുപോയി സർവ് ചെയ്തോളും എന്നാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഉറപ്പ്. ഇളയ കുട്ടിക്ക് 100% ഓക്കെ, മൂത്ത കുട്ടിക്ക് ഒരു കുറച്ച് വ്യത്യാസമുണ്ട്. ബോഡി അനാഥ ബോഡി പോലെ കാണും എന്നൊക്കെയാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രഗത്ഭരായ ആൾക്കാരൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നെ അവൾക്ക് കുഴപ്പമില്ല. അച്ഛന്റെ അമ്മയുടെയും ബോഡി അത് അവർക്കടെ തീരുമാനമാണ്, അവർക്ക് ചെയ്യാൻ അത് അവർക്കാണ് അതിന്റെ അർഹത എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ. സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.